സാറ് ക്ലാസ് ഉണ്ടോ? ഇന്ന് ക്ലാസ് ഉണ്ടോ?
ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ്. കേൾക്കാൻ പറ്റണല്ലോ എല്ലാവർക്കും? നോ, യെസ്, ഷിജിൻ വർഗീസ് കേൾക്കണല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നോ? എന്തോ ഇതിന്റെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഇന്നലെയോ? ഇന്നലെ ഉണ്ടായിരുന്നില്ല, ക്രിസ്മസ് ആയിരുന്നില്ലേ? അപ്പൊ നമുക്ക് സാധാരണ പോലെ ക്രിസ്മസ് ആയിട്ട് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. നമുക്ക് ആദ്യം സിനോണിംസ് തരാം നിങ്ങൾക്ക്, നമ്മുടെ സാധാരണ ക്ലാസ് പോലെ. അത് ഈ ക്വസ്റ്റ്യന്റെ രൂപത്തിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇതാണ്: ദ മീനിങ് ഓഫ് റെസ്യൂമേ, RESUME. നോക്കാം, RESUME. അതിന് രണ്ട് ഉച്ചാരണമുണ്ട്. ഒന്ന് റെസ്യൂം. റെസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബാണത്, ക്രിയയാണ്. ക്രിയ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ റെസ്യൂം എന്ന് പറഞ്ഞാൽ ബിഗിൻ അഗൈൻ, അല്ലെങ്കിൽ വീണ്ടും തുടങ്ങുക. വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഉച്ചാരണം റെസ്യൂം എന്നാണ്, പുനരാരംഭിക്കുക. പക്ഷെ അത് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഉച്ചാരണം റെസ്യൂമേ എന്നാണ്. റെസ്യൂമേ, ഉച്ചാരണത്തിലൊരു വ്യത്യാസമുണ്ട്. റെസ്യൂമേ. അപ്പോ ദ മീനിങ് ഓഫ് റെസ്യൂമേ ഈസ്, റെസ്യൂമേ എന്ന വാക്കിന്റെ മീനിങ് ഏതാണ്? 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന്, അസംഷൻ, ASSUMPTION. അസംഷൻ. അസംഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? സങ്കല്പം, അല്ലെങ്കിൽ ഊഹം, അനുമാനം എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. എന്താണ് അസംഷൻ എന്ന് പറഞ്ഞാൽ? ഊഹം, അല്ലെങ്കിൽ സങ്കല്പം, അനുമാനം. എ മാറ്റർ thought to be real but not ascertained. ഓപ്ഷൻ എ ഏതാണ്? ഓപ്ഷൻ ബി, എക്സ്പ്ലനേഷൻ, EXPLANATION. EXPLANATION, എക്സ്പ്ലനേഷൻ. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വിശദീകരിക്കൽ അല്ലെങ്കിൽ വിവരണം, അല്ലെങ്കിൽ വ്യാഖ്യാനം. ഓപ്ഷൻ സി, സമ്മറി, SUMMARY, സമ്മറി. സമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രീഫ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ചുരുക്കം, സംക്ഷിപ്തം, സാരാംശം. ഇതൊക്കെ നമുക്ക് മലയാളത്തിൽ മീനിങ് പറയാം. ഓപ്ഷൻ ഡി, കൺജക്ടർ, CON JECTURE, കൺജക്ടർ. ശ്രദ്ധിക്കണം, കൺജക്ടർ എന്നാണ് അതിന്റെ ഉച്ചാരണം. അതിന്റെ അർത്ഥം അനുമാനം, അല്ലെങ്കിൽ ഊഹം, ഗസ് ഓർ ഫോർകാസ്റ്റ്. ഇതുമായി നമുക്ക് ഡിസ്പെൽറ്റ് ചെയ്യുന്ന ഒരു മറ്റൊരു വേർഡ് കൂടി ഉണ്ട്, കൺജങ്ക്ടർ, CONJUNCTURE. കൺജങ്ക്ടർ. ഇപ്പൊ കൺജക്ടർ ആൻഡ് കൺജങ്ക്ടർ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ രണ്ടാമത് ഞാൻ പറഞ്ഞ ആ കൺജങ്ക്ടർ എന്ന വാക്കിന്റെ മീനിങ് നിർണായക ഘട്ടം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് അഫയേഴ്സ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ 4 ഓപ്ഷൻ ഇതാണ്:
റെസ്യൂമേ എന്നുള്ളതിന്റെ സിനണിം ഏതാണെന്ന് പറയണം. അസംഷൻ ആണോ? CV എന്ന് തന്നെ. അസംഷൻ, എക്സ്പ്ലനേഷൻ, സമ്മറി, കൺജക്ചർ. ഇതിൽ ഏതായിരിക്കും? സമ്മറി. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ സി. അതായത് നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഈ ഓപ്ഷനിൽ റെസ്യൂമേ എന്നുള്ളതിന്റെ ആൻസർ സമ്മറി എന്ന ആ വേർഡാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സിനണിം ഓഫ് ടെനാസിറ്റി. ടെനാസിറ്റി, ടെനാസിറ്റി. ടെനാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പ് അല്ലെങ്കിൽ ദൃഢത, പിന്നെ സ്റ്റബൺനെസ് അല്ലെങ്കിൽ പിടിവാശി എന്നൊക്കെ നമുക്ക് പറയാം. സ്റ്റബൺനെസ്. ഇപ്പൊ ടെനാസിറ്റി എന്ന വാക്കിന്റെ സിനണിം ഇതിൽ ഏതായിരിക്കും? 4 ഓപ്ഷൻ ഞാൻ വായിക്കാം, നിങ്ങൾ അതിന് ആൻസർ പറയാം. 1, ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി, FLEXIBILITY. ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ വഴങ്ങുന്ന അല്ലെങ്കിൽ വഴക്കമുള്ള അല്ലെങ്കിൽ വിധേയത്വമുള്ള. അതിന്റെ നൗൺ ഫോം ആണ് ഫ്ലെക്സിബിലിറ്റി. അതിന്റെ മീനിങ് പറയുമ്പോൾ വഴക്കം അല്ലെങ്കിൽ വിധേയത്വം. റെഡിനെസ് ടു കംപ്ലൈ. ഓപ്ഷൻ എ അതാണ്. ഓപ്ഷൻ ബി ഫേംനെസ്, FIR. ഫേംനെസ്. ഫേംനെസ് എന്ന് പറഞ്ഞാൽ ഉറപ്പ് അല്ലെങ്കിൽ ദൃഢത. ഓപ്ഷൻ സി ടെൻഡൻസി, TENDENCY. ടെൻഡൻസി. ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രവണത അല്ലെങ്കിൽ സായിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ. ലൈക്ലിഹുഡ്. ഓപ്ഷൻ ഡി വീക്ക്നെസ്, WEAKNESS. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷീണം അല്ലെങ്കിൽ കുറവ്. കണ്ടീഷൻ ഓഫ് ബീങ് വീക്ക്. അപ്പോ ടെനാസിറ്റി എന്നുള്ളതിന്റെ സിനണിം ഇതിൽ ഏതായിരിക്കും? ഫേംനെസ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു വേർഡാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ദ സിനണിം ഓഫ് സല്യൂട്ട്, SALUT. സല്യൂട്ട്. സല്യൂട്ട് എന്ന് പറഞ്ഞ ആ വാക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? an action to show respect. അഭിവാദനം അല്ലെ? നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോ അഭിവാദനം, അല്ലെങ്കിൽ വെർബായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലോ അഭിവാദ്യം ചെയ്യുക. അപ്പൊ സല്യൂട്ട് എന്ന വേർഡിന്റെ സിനണിം ഇതിൽ ഏതായിരിക്കും? ഓപ്ഷൻ എ 1, പൊല്യൂട്ട്, POLLUT. പൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മലിനമാക്കുക അല്ലെങ്കിൽ കളങ്കപ്പെടുത്തുക. make foul or unclean. Option B dilate, DILAT.
ഡൈലൈറ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് എന്താ? വികസിപ്പിക്കുക അല്ലെങ്കിൽ വലുതാക്കുക. become larger or wider. Option C, greet, G-R-E-E-T. ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഭിവാദനം. നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അഭിവാദനം അല്ലെങ്കിൽ എതിരേൽപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. ഓപ്ഷൻ ഡി, മാർക്സ്, MARCS. മാർക്സ് എന്ന് പറഞ്ഞാൽ ഈ മാർക്സ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ ഒരു മലയാളം നിങ്ങൾക്കറിയാമോ? അണിയായി നിരക്കുക. മൂവ് ഇൻ ഓർഡർ ആസ് സോൾജേഴ്സ്. അപ്പൊ സല്യൂട്ടിന്റെ സിനണിം ഏതായിരിക്കും? ഗ്രീറ്റ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഫോർത്ത് വേർഡ് ഇതാണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സിനണിം ഓഫ് ഡിഗ്, DIG. ഡിഗ് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. അതിന്റെ അർത്ഥം കുഴിക്കുക എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? DIG. ഡിഗ് എന്ന് പറഞ്ഞാൽ എന്താ? കുഴിക്കുക. കുഴിയല്ല, ഡിഗ് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ കുഴി, വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ കുഴിക്കുക. അതിന്റെ സിനണിം ഒന്ന്, ഓപ്ഷൻ എ ഇതാണ്, HUG, ഹഗ്. ഹഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആലിംഗനം ചെയ്യുക അല്ലെങ്കിൽ കെട്ടിപ്പുണരുക. എംബ്രേസ് ക്ലോസ്ലി. നെക്സ്റ്റ്, ഓപ്ഷൻ ബി, unearth, UNEARTH. unearth എന്ന് പറഞ്ഞാൽ കുഴിച്ചെടുക്കുക. ഡിഗ് ഔട്ട് ഓഫ് ദ എർത്ത്, കുഴിച്ചെടുക്കുക. ഓപ്ഷൻ സി, ഫിൽ, FILL. ഫിൽ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. മറ്റൊന്ന് ഹിൽ, HILL. ഹിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, കുന്ന്. അത് നൗണാണ്. ഹൈലാൻഡ് ഓഫ് മാസ്. വാലി അല്ല തന്നെയാ. ഹിൽ എന്ന് പറഞ്ഞാൽ കുന്ന്, അതായത് ഹൈലാൻഡ് ഓഫ് മാസ്, സോറി, ഹൈലാൻഡ് ഓഫ് മാസ്, മണ്ണിന്റെ ഒരു കൂമ്പാരം എന്നാണ് അതിന്റെ മീനിങ്. പിന്നെ കുന്ന് കൂട്ടുക എന്ന ഒരർത്ഥം കൂടി ഹില്ലിന് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ. അപ്പോ ഡിഗ് എന്നുള്ളതിന്റെ സിനണിം ഇതിൽ ഏതായിരിക്കും? unearth. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, synonym of the word condense, CONDENSE. എന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ശരത്ത്, ഹിൽ എന്ന് പറഞ്ഞാൽ കുന്ന്, അതായത് ചെറിയ കുന്നുകളില്ലേ, ഈ മണലിന്റെ കൂമ്പാരം, അതിനെയാണ് നമ്മൾ ഹിൽ എന്ന് പറയുന്നത്. പിന്നെ ഹിൽ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ മണല് കുന്നുകൂട്ടുക എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. നെക്സ്റ്റ്, അടുത്താണ് കണ്ടൻസ്, CONDENSE, കണ്ടൻസ്. കണ്ടൻസ് എന്ന് പറഞ്ഞാൽ പല മീനിങ് അതിനുണ്ട്. ഒന്ന്, കട്ടിയാക്കുക എന്നൊരു അർത്ഥം അതിനുണ്ട്. അതുപോലെ അടക്കി വെക്കുക എന്ന മീനിങ് ഉണ്ട്. പിന്നെ ഘനീഭവിക്കുക, ദ്രാവകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഘനീഭവിക്കുക എന്നാണ് ആ അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. അപ്പോ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ നോർമൽ സെൻസ് ഇതാണ്, മീനിങ് ഇതാണ്, കട്ടിയാക്കുക അല്ലെങ്കിൽ അടക്കി വെക്കുക. മേക്ക് മോർ ഡെൻസ്. അതിന്റെ സിനണിം ഏതാണ്? ഒന്നാമത്തെ വേർഡ് ഇതാണ്, ഡൈജസ്റ്റ്, DIGEST.
ഈ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയില്ലേ? ദഹിക്കുക, ഡിസോൾവ് ഫുഡ് ഇൻ സ്റ്റൊമക്. അപ്പോ കണ്ടൻസിന്റെ സിനോണിം ഡൈജസ്റ്റ് അല്ല. മറ്റൊന്ന് കൺസോൾ, CONSOLE. കൺസോൾ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ സമാധാനിപ്പിക്കുക, ആശ്വാസം നൽകുക. Cheer somebody in distress. Cheer somebody in distress. മറ്റൊന്ന് ഓപ്ഷൻ സി, ഇതാണ് കണ്ടം, CONDEML. കണ്ടം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടം എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക. To find fault with others. മറ്റൊന്ന് verdict, VERDICT. verdict എന്ന് പറഞ്ഞാൽ വിധി അല്ലെങ്കിൽ അതായത് കോടതി സംബന്ധമായിട്ടുള്ളൊരു വേർഡാണത്. ഒരു ജൂറിയുടെ അഭിപ്രായം, ഡിസിഷൻ ഓർ കൺക്ലൂഷൻ അറൈവ്ഡ് ബൈ എ ജൂറി. അപ്പോ കണ്ടൻസ് എന്നുള്ളതിന്റെ സിനോണിം ഇതിൽ ഏതായിരിക്കും? നിങ്ങളുടെ നോർമൽ സെൻസിൽ നിങ്ങൾക്ക് അതിന് ആൻസർ പറയാൻ കഴിയുമോ? കണ്ടൻസ് എന്നുള്ളതിന്റെ നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ ഉചിതമായിട്ടുള്ള വേർഡ് ഡൈജസ്റ്റ് എന്ന വേർഡായിരിക്കും. DIGEST. ഓക്കെ, അപ്പോ സിനോണിംസ് നമ്മളെ കഴിഞ്ഞു. അതില് റെസ്യൂമേ എന്നുള്ളതിന്റെ സിനോണിമാണ് സമ്മറി. മറ്റൊന്ന് ടെനാസിറ്റി, അതിന്റെ സിനോണിമാണ് ഫേംനെസ്, FIRMNESS. മറ്റൊന്ന് സല്യൂട്ട് എന്നുള്ളതിന്റെ സിനോണിമാണ് ഗ്രീറ്റ്. ഡിഗ്, ഓർത്തു പറഞ്ഞതാണ്. ഡിഗ് എന്നുള്ളതിന്റെ സിനോണിമാണ് ഏത്? അണ്ടർ. നെക്സ്റ്റ് കണ്ടൻസ്, അതിന്റെ സിനോണിമാണത് ഡൈജസ്റ്റ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? നെക്സ്റ്റ് നമുക്ക് ആന്റണിംസിലേക്ക് കിടക്കാം. That is, the first question is this: the antonym of reveal. റിവീൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വേർഡാണ് റിവീൽ, REVEAL. റിവീൽ മീൻസ് മേക്ക് നോൺ, വെളിപ്പെടുത്തുക അല്ലെങ്കിൽ പരസ്യപ്പെടുത്തുക, രഹസ്യം വെളിവാക്കുക. അപ്പോ റിവീൽ എന്ന ആ വേർഡിന്റെ ആന്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഓപ്ഷൻ 1 ഹിൻഡർ, HINDER. ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. 1 HINDER. ഹിൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഹിൻഡർ, യെസ് ശരത്ത്. ഡൈജഷൻ മീൻസ് ദഹനം. ദഹിക്കുന്ന എന്നല്ല, ഡൈജഷൻ എന്ന വേർഡ് നൗൺ ഫോം ആണ്. ഡൈജസ്റ്റ് എന്നുള്ളതിന്റെ നൗൺ ആണ് ഡൈജഷൻ. അപ്പോ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ ദഹിക്കുക, ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദഹനം. അപ്പോ റിവീൽ എന്നുള്ളതിന്റെ ആന്റണിം ആണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 ഹിൻഡർ, HINDER. ഹിൻഡർ എന്ന് പറഞ്ഞാൽ വിലക്കുക അല്ലെങ്കിൽ ഭംഗം വരുത്തുക അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക, പ്രിവെന്റ് പ്രോഗ്രസ്. ഓപ്ഷൻ ബി ഹെയ്റ്റ്, HAT. ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡിസ്ലൈക്ക് അല്ലെങ്കിൽ വെറുക്കുക. ഓപ്ഷൻ സി ഹൈക്ക്, HIKE. ഈ ഹൈക്ക് എന്ന വേർഡിന് ഒരു പ്രത്യേകതയുണ്ട്, അതിന് ധാരാളം മീനിങ് ഉണ്ട്.
ഒന്ന്, ഹൈക്ക് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വില വർധനവിനെ കാണിക്കാനാണ്. പ്രൈസ് ഹൈക്ക് എന്നൊക്കെ പറയില്ലേ? പ്രൈസ് ഹൈക്ക് എന്ന് പറഞ്ഞാൽ വിലയിലുള്ള വർധനവ്, ഇൻക്രീസ് പ്രൈസസ് സഡൻലി. അപ്പൊ വില വർദ്ധിപ്പിക്കുക എന്നൊരർത്ഥം അതിനുണ്ട്. അല്ലെങ്കിൽ വില വർധനവ് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ വില വർധനവ്. കൂടാതെ അതിന് മറ്റൊരു മീനിങ് എന്താണെന്ന് വെച്ചാൽ എ ലോങ് കൺട്രി ടു എസ്പെഷ്യലി ഫോർ റിക്രിയേഷൻ. അതായത് ഈ കാൽനടയായുള്ള വിനോദസഞ്ചാരം എന്ന ഒരർത്ഥം കൂടി ഹൈക്ക് എന്ന വേർഡിനുണ്ട്. ഓപ്ഷൻ ഡി ഇതാണ്, HID. ഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ് നമ്മൾ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ, ക്രിയ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മറച്ചു വെക്കുക എന്നാണ് അതിന്റെ മീനിങ്. പക്ഷെ ഇവിടെ റിവീൽ എന്നുള്ളതിന്റെ ആന്റണിം ഹൈഡ് എന്ന വേർഡാണ്. പക്ഷെ ഈ ഹൈഡ് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അത് വെർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മീനിങ് മറച്ചു വെക്കുക എന്നൊരു മീനിങ് ആണ് അതിനുള്ളത്. പിന്നെ ഹൈഡ് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം വേറെയാണ്. മൃഗത്തിന്റെ തോൽ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്കിൻ എന്നുള്ള അർത്ഥത്തിൽ ഹൈഡ് ഉപയോഗിക്കാറ്. കൂടാതെ ഇതൊരു ഓൾഡ് യൂസേജ് ആണ്. ഹൈഡ് എന്ന വാക്കിന് മറ്റൊരു മീനിങ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഇംഗ്ലണ്ടില് ഒരു കാലത്ത് ഒരു കുടുംബത്തിന്, അതുപോലെ അവരുടെ ആശ്രിതർക്കും കൊടുത്തിരുന്ന ആ ഭൂമിയെ, അവർക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന ആ ഭൂമിയെയാണ് ശരിക്കും പറഞ്ഞാൽ ഹൈഡ് എന്ന് പറഞ്ഞിരുന്നത്. എ മെഷർ ഓഫ് ലാൻഡ് ഇൻ ഓൾഡൻ ഡേയ്സ് ഇൻ ഇംഗ്ലണ്ട് ഫോർ 50 to 120 acres. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇംഗ്ലണ്ടില് ഒരു കുടുംബക്കാർക്ക് വേണ്ടി അവർക്ക് താമസിക്കാൻ വേണ്ടി 50 മുതൽ 120 വരെ ഏക്കർ ലാൻഡ് അവിടുത്തെ ഗവൺമെന്റ് കൊടുത്തിരുന്നു. ആ മെഷർ ഓഫ് ലാൻഡിനെ നമുക്ക് ഹൈഡ് എന്ന് പറയാം. പക്ഷെ അതൊന്നുമല്ല, ഞാൻ വെറുതെ നിങ്ങളോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഹൈഡിന്റെ നോർമൽ മീനിങ് ഇതാണ്. വെൻ ഹൈഡ് ഈസ് യൂസ്ഡ് ആസ് എ വെർബ്, ഹൈഡ് ഒരു വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം മറച്ചു വെക്കുക അല്ലെങ്കിൽ ഒളിച്ചിരിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മീഡിയം എന്ന് പറഞ്ഞാൽ ശരത്, മീഡിയം എന്ന് പറഞ്ഞാൽ മാധ്യമം. അതിന്റെ പ്ലൂറലാണ് മീഡിയ, MEDIA. അപ്പോ ഹൈഡ് എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക. ഇവിടെ റിവീൽ എന്നുള്ളതിന്റെ ആന്റണിം ഏതായിരിക്കും? ഹൈഡ്. റിവീൽ ഓപ്പോസിറ്റ് ഹൈഡ്. ഹൈഡ്, HID, ഹൈഡ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ട്രാൻസ്പെറന്റ്. ട്രാൻസ്പെറന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡാണത്. ട്രാൻസ്പെറന്റ്, TRANSPARENT. ട്രാൻസ്പെറന്റ്. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? സുതാര്യമായ എന്നാണ് അതിന്റെ മലയാളം. സുതാര്യമായ. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റിങ്ക്ട്ലി സീൻ ത്രൂ. ഡിസ്റ്റിങ്ക്ട്ലി സീൻ ത്രൂ, വ്യക്തമായി കാണാൻ കഴിയുന്ന. ട്രാൻസ്പിക്യുവസ് എന്ന മറ്റൊരു വേർഡും കൂടി നല്ലൊരു വേർഡായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ സുതാര്യമായ, അതായത് നമുക്ക് കാണാൻ കഴിയുന്ന. അതിന്റെ ഓപ്പോസിറ്റ് ആന്റണിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ഓപ്ഷൻ എ, ഒബ്സർവ്. ഒബ്സർവ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക അല്ലെങ്കിൽ കാണുക, പെർസീവ്. മറ്റൊന്ന് ഒബ്റ്റ്യൂസ്, OBTUSE. ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ?
ഇവിടെ ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞതിന് പല മീനിങ് ഉണ്ട്. അത് ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞ വേർഡിന്റെ നോർമൽ മീനിങ് ഇതാണ്: ബുദ്ധി കുറഞ്ഞ അല്ലെങ്കിൽ ജഡമായ, സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെ നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ആംഗിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന ഒരു ആംഗിൾ ഉണ്ട്. സിദ്ധാർത്ഥ, ലൈറ്റോ, LIT എന്നൊരു വേർഡ് നമ്മൾ പറഞ്ഞിട്ടില്ല. LIT, ലൈറ്റോ. അപ്പോ ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബുദ്ധി കുറഞ്ഞ അല്ലെങ്കിൽ ജഡമായ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ വേഗത കുറഞ്ഞ എന്നൊക്കെയാണ് ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. പിന്നെ മാത്സിലാണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾക്ക്? യെസ്, നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ, എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഓപ്ഷൻ സി, ഒപ്പക്, OPAQUE. OPAQUE. ഒപ്പക് എന്ന് പറഞ്ഞാൽ എന്താ? അതാര്യമായ, നോട്ട് ട്രാൻസ്മിറ്റിംഗ് ലൈറ്റ്, പ്രകാശത്തെ കടത്തിവിടാത്ത. ഒപ്പക് ഓബ്ജക്ട്സ് ആൻഡ് ട്രാൻസ്പെറന്റ് ഓബ്ജക്ട്സ്. പിന്നെ ട്രാൻസ്ലൂസന്റ് ഓബ്ജക്ട് എന്ന് പറഞ്ഞൊരു ഓബ്ജക്ട് ഉണ്ട്. ഓപ്ഷൻ സി ഇതാണ്. ഓപ്ഷൻ ഡി ഇതാണ്. അടുത്ത ഇതാണ് ട്രാൻസ്ലൂസന്റ്. TRANSLUCENT. ട്രാൻസ്ലൂസന്റ്. ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞാൽ അർദ്ധസുതാര്യമായ, അതായത് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന. allowing light to pass. അപ്പോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ട്രാൻസ്പെറന്റ് എന്ന വാക്കിന്റെ ആന്റണിം ഏതായിരിക്കും? ഒപ്പക്. OPAQUE, ഒപ്പക്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്പോസിറ്റ് ഓഫ് ഓപ്ഷൻ ഡി യുടെ സ്പെല്ലിംഗ് ട്രാൻസ്ലൂസന്റ്. TRANSLUCENT. ട്രാൻസ്ലൂസന്റ്. ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ പൂർണ്ണമായി കടത്തിവിട്ടില്ല, ഭാഗികമായിട്ട് മാത്രം കടത്തിവിടുന്ന നമുക്കറിയാവുന്ന ഓബ്ജക്ട്സിനെ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന് ട്രാൻസ്പെറന്റ് ഓബ്ജക്ട്സ്, നിങ്ങൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ ട്രാൻസ്പെറന്റ് ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ പൂർണ്ണമായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ട്രാൻസ്പെറന്റ് ഓബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഒപ്പക് ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശത്തെ തീരെ കടത്തിവിടാത്ത, ഒട്ടും തന്നെ കടത്തിവിടാത്ത വസ്തുക്കളെയാണ് ഒപ്പക് ഓബ്ജക്ട്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ട്രാൻസ്ലൂസന്റ് ഓബ്ജക്ട്സ്, പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെയാണ്. സിദ്ധാർത്ഥ്, ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗതാഗതം ചെയ്യുക എന്ന് മീനിങ് ഉണ്ട്. പിന്നെ ചരക്കുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നൊരു മീനിങ് അതിനുണ്ട്. അപ്പൊ ഇവിടെ ട്രാൻസ്പെറന്റ് എന്നുള്ളതിന്റെ ആന്റണിം ഒപ്പക് എന്ന വേർഡാണ്. ഒപ്പക്, OPAQUE, ഒപ്പക്. നെക്സ്റ്റ്, ഓപ്പോസിറ്റ് ഓഫ് അബണ്ടൻസ്. ABUNDANC. ABUNDANC, അബണ്ടൻസ്. അതിന്റെ ശരിയായ ഉച്ചാരണം അതാണ്, അബണ്ടൻസ് എന്നാണ് ഉച്ചാരണം. അതിന്റെ മീനിങ് സമൃദ്ധി അല്ലെങ്കിൽ സുലഭത, ധാരാളിത്വം എന്നൊക്കെ അതിന് മീനിങ് പറയാം.
അപ്പൊ അബണ്ടൻസ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഈ 4 ഓപ്ഷൻ ഞാൻ വായിക്കാം. അതിൽ ഏതാണെന്ന് നിങ്ങൾ തന്നെ പറയാം. ഒന്ന് സ്കേഴ്സിറ്റി, എന്റെ സ്പെല്ലിംഗ് നിങ്ങൾ പഠിച്ചിരിക്കണം. SCARCITY. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സംതിങ്. സ്കേഴ്സിറ്റി മീൻസ് കുറവ് അല്ലെങ്കിൽ ഇല്ലായ്മ, ദൗർലഭ്യം. സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ. മറ്റൊന്ന് സ്ലാക്ക്നെസ്, SLACKNESS. സ്ലാക്ക്നെസ് എന്ന് പറഞ്ഞാൽ സ്ലോനെസ് അല്ലെങ്കിൽ ലോനെസ്, മാന്ദ്യം അല്ലെങ്കിൽ അയവ് അല്ലെങ്കിൽ കുറവ് എന്നൊക്കെ നമുക്ക് പറയാം. സ്ലാക്ക്നെസ്. ഓപ്ഷൻ സി ഇതാണ്, ഫാമിൻ, FAMINE. ഫാമിൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭക്ഷ്യക്ഷാമമാണ്. സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഫാമിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഡ്രോട്ട്, DROUGHT. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച അല്ലെങ്കിൽ വളരെ വരണ്ട അവസ്ഥയാണ് നമ്മൾ ഡ്രോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അബണ്ടൻസിന്റെ ഇവിടത്തെ ഓപ്പോസിറ്റ് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് ഡ്രോട്ട് ആണ്. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ബനാൽ, BENAL. അതിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ബാനൽ എന്നല്ല, ബനാൽ. ബനാൽ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ബനാൽ എന്ന വാക്കിന്റെ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. ബനാൽ എന്ന് പറഞ്ഞാൽ മുഷിപ്പിക്കുന്ന അല്ലെങ്കിൽ മടിപ്പിക്കുന്ന, സാധാരണമായ എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട്. അല്ലെങ്കിൽ രസകരമല്ലാത്ത. ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ ബോറിംഗ്, നോട്ട് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോ ബനാൽ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ഓപ്ഷൻ ഞാൻ വായിക്കാം. ഒന്ന് ആർട്ടിഫിഷ്യൽ, ARTIFICAL. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ആർട്ടിഫിഷ്യൽ നമുക്കറിയാവുന്നതാണ്, കൃത്രിമമായ, അതായത് മാനുഫാക്ചേർഡ് ഓർ മെയ്ഡ് ബൈ മാൻ. ഉണ്ടാക്കിയെടുക്കുന്ന എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഹെഡി, HEADY. ഹെഡി എന്ന് പറഞ്ഞാൽ എക്സൈറ്റിംഗ് അല്ലെങ്കിൽ ത്രില്ലിംഗ്, ആവേശം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആവേശകരമായ. ഓപ്ഷൻ സി ടെമ്പററി, TEMPORARY. ടെമ്പററി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? ടെമ്പററി, താൽക്കാലികമായ, അല്ലെ? ഓപ്ഷൻ ഡി അറസ്റ്റിംഗ്, ARRESTING. അറസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം
അറസ്റ്റ് ചെയ്യപ്പെടുത്തുക. ഇവിടെ അറസ്റ്റിംഗ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് പിടികൂടുന്ന, അല്ലെങ്കിൽ അട്രാക്ടിങ് അറ്റൻഷൻ, ശ്രദ്ധ ആകർഷിക്കുന്ന എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട്. അപ്പോ ബനാൽ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ബനാലിന്റെ ഓപ്പോസിറ്റ് അറസ്റ്റിംഗ് എന്ന വേർഡാണ് ഇവിടെ. ബനാൽ എന്ന് പറഞ്ഞാൽ പുഷിപ്പിക്കുന്ന അല്ലെങ്കിൽ രസകരമല്ലാത്ത. അറസ്റ്റിംഗ് എന്ന് പറഞ്ഞാലോ ശ്രദ്ധയാകർഷിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധയാകർഷിക്കുന്ന, രസകരമായ എന്നൊക്കെ നമുക്കതിന് മീനിങ് പറയാം. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങള്. ദ ആന്റണിം ഓഫ് ദ വേർഡ് സിംപതി. സിംപതി എന്ന ആ വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം. സഹതാപം അല്ലെങ്കിൽ കൃപ, അനുകമ്പ എന്നൊക്കെയാണ്. കനിവ് എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. കമ്പാഷനേറ്റ് ഫീലിംഗ് എന്നാണ് ആ സിംപതി എന്ന വാക്കിന്റെ മീനിങ്. ഇതുപോലെ തന്നെ എംപതി എന്നൊരു വേർഡ് കൂടിയുണ്ട്. സിംപതി ആൻഡ് എംപതി. സിംപതി എന്ന് പറഞ്ഞാൽ അനുകമ്പ അല്ലെങ്കിൽ സഹതാപം. ബട്ട് എംപതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എംപതി എന്ന് പറഞ്ഞാൽ മറ്റൊരുവന്റെ വ്യക്തിത്വവുമായി താതാത്മ്യം നേടാനുള്ള കഴിവിനെയാണ് നമ്മൾ എംപതി എന്ന് പറയുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമാവും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു ഭിക്ഷക്കാരൻ വരുന്നു. നിങ്ങൾ അയാൾക്ക് പൈസയോ അല്ലെങ്കിൽ വസ്ത്രമോ ഒക്കെ എന്തെങ്കിലും നിങ്ങൾ ദാനമായിട്ട് കൊടുക്കും. എന്തുകൊണ്ട്? നിങ്ങൾക്ക് അദ്ദേഹത്തോട് ഒരു സിംപതി തോന്നിയോണ്ടാണ്. യു ഫെൽറ്റ് sympathetic towards that poor fellow. That is why you are giving these things in alms. ബട്ട് ആ മനുഷ്യനോട് നിങ്ങൾക്ക് എംപതിയാണ് തോന്നുന്നതെങ്കിൽ, സിംപതി തോന്നി ഇപ്പൊ നിങ്ങൾ ചെയ്ത എന്താണ്? നിങ്ങൾ അദ്ദേഹത്തിന് പണമോ അല്ലെങ്കിൽ വസ്ത്രമോ ഒക്കെ കൊടുത്തു. നിങ്ങൾക്ക് എംപതി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്തായിരിക്കും? അയാൾ എങ്ങനെയാണ് നടക്കുന്നത്? കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് അയാൾ നടക്കുന്നത്. ശരീരമാസകലം വൃത്തികെട്ടാണ് അയാൾ നടക്കുന്നത്. അതുപോലെ നിങ്ങളും നടക്കും. അപ്പോ എംപതി സത്യത്തിൽ നമുക്ക് ആരോടും അങ്ങനെ തോന്നാറില്ല. അവരെ പോലെ തന്നെ നമ്മൾ നടക്കും. നമ്മൾ എംപതറ്റിക് ആവേണമെങ്കിൽ, ഒരാളോട് നമ്മൾ സിംപതറ്റിക് ആവേണമെങ്കിൽ അയാളെ നമ്മൾ സഹായിക്കും. ബട്ട് എംപതറ്റിക് ആവേണമെങ്കിലോ അയാൾ ഏത് രൂപത്തിലാണോ നമ്മളും അതേ രൂപത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും. അപ്പോ സിംപതി എന്ന വാക്കിന്റെ മീനിങ് അതാണ്. കൃപ അല്ലെങ്കിൽ അനുകമ്പ, സഹതാപം, ഒരു കമ്പാഷനേറ്റ് ഫീലിംഗ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റണിം ഇതിൽ ഏതാണെന്ന് നിങ്ങൾ പറയാം. ഒന്ന് നല്ല വേർഡാണ്, ടെലിപ്പതി. TELEPATSY. ടെലിപ്പതി എന്ന വേർഡ് നിങ്ങൾ കേട്ട് കാണും. ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു വേർഡാണത്. ടെലിപ്പതി എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കും ഇംഗ്ലീഷ് ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് മൈൻഡ് at a distance from each other. അതായത് ഹൃദയജ്ഞാനം. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ മറ്റൊരു രാജ്യത്തായിരിക്കാം. നമ്മളിങ്ങനെ ആ രണ്ടാൾക്കാർ പരസ്പരം ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും. ആ വികാരത്തെയാണ് ശരിക്ക് ടെലിപ്പതി എന്ന് പറയുന്നത്. അന്ധകരണ സന്ദേശം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം.
ഷിദിൻ വർഗീസ് അതിന്റെ ഇംഗ്ലീഷ് ഡെഫിനിഷൻ ആണോ വേണ്ടത്? കമ്മ്യൂണിക്കേഷൻ. ടെലിപ്പതി മീൻസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് മൈൻഡ് at a distance from each other. അപ്പോ ആന്റണിം ഓഫ് ദ വേർഡ് സിമ്പതി. സിമ്പതി എന്ന വാക്കിന്റെ ആന്റണിം ഒന്ന് ടെലിപ്പതി. ടെലിപ്പതി ഞാൻ നിങ്ങളോട് ഒന്ന് വിവരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് ആന്റിപ്പതി. ANTI PATHY. ആന്റിപ്പതി എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ മീനിങ് നാച്ചുറൽ അവേർഷൻ അല്ലെങ്കിൽ സഹജ വിദ്വേഷം, വെറുപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോ സിമ്പതി എന്നുള്ളതിന്റെ ആന്റണി ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ് ആനന്ദം അല്ലെങ്കിൽ സന്തോഷം. അപ്പോ ആന്റിപ്പതി ആണ് ഇവിടെ സിമ്പതി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ്. മറ്റേ ഓപ്ഷൻ, രണ്ട് ഓപ്ഷൻ കൂടി ഉണ്ട്, അതും കൂടി നിങ്ങൾ വായിക്കാം. ഞാൻ വായിക്കാം. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പല വേർഡ്സ് നിങ്ങൾക്ക് തന്നു കഴിയുമ്പോൾ അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് അലോപ്പതി. ALLOPATHY. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വേർഡാണ് അലോപ്പതി. അലോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇംഗ്ലീഷ് മെഡിസിൻ ആണ്. അതായത് ഹോമിയോപ്പതിയിലെ വിദഗ്ധന്മാര്, അതായത് വൈദ്യന്മാര് അല്ലെ ഡോക്ടേഴ്സ്, പാശ്ചാത്യ രീതിയിലുള്ള ആ വൈദ്യശാസ്ത്രത്തിന് കൊടുത്ത ഒരു പേരാണ് ശരിക്കും അലോപ്പതി. പാശ്ചാത്യ ചികിത്സാ രീതിയാണ് അലോപ്പതി. നെക്സ്റ്റ് ഓപ്ഷൻ ഡി. ഇതാണ് ഓപ്ഷൻ ഡി. അപ്പാത്തി. APATHY. സോറി, അപ്പാത്തി. അപ്പാത്തി എന്ന് പറഞ്ഞാൽ നിർവികാരത അല്ലെങ്കിൽ അനുകമ്പയില്ലായ്മ, want of feeling or sympathy. അപ്പോ ഇതില് സിമ്പതി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? സിദ്ധാർത്ഥ് പറയൂ, സിമ്പതിയുടെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? ടെലിപ്പതിയാണോ, ആന്റിപ്പതിയാണോ, അലോപ്പതിയാണോ, അല്ലെങ്കിൽ അപ്പാത്തി എന്നുള്ള വേർഡാണ്? ആന്റിപ്പതി. യെസ്, ഓക്കെ. അപ്പൊ ഒന്നുകൂടി നിങ്ങളോട് പറയാം. റിവീൽ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹൈഡ്. മറ്റൊന്ന് ട്രാൻസ്പെറന്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഒപ്പക്. അബണ്ടൻസ് എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് തന്നിട്ടുള്ള ഓപ്ഷനിൽ ട്രോട്ട് എന്ന വേർഡാണ്. നെക്സ്റ്റ് ബനാൽ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അറസ്റ്റിംഗ്. പിന്നെ സിമ്പതി അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആന്റിപ്പതി. ഓക്കെ. അടുത്തതായിട്ട് സെന്റൻസ് മേക്കിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് ഞാൻ അടുത്തായിട്ട് നിങ്ങളോട് പറയാം. അടുത്ത ഒരു ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് അത്രയും സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിൽ ഒന്ന് ചർച്ച ചെയ്യാം. ഇത് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഒന്ന്, ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. ആ ക്വസ്റ്റ്യൻ ഇതാണ്: ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ. ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ. ഞാൻ സാധാരണയായി ചായയാണ് കുടിക്കാറ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു വാക്യമാണ്, അല്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് നമ്മളെ ശീലത്തെയോ അല്ലെങ്കിൽ സ്വഭാവത്തെയോ കാണിക്കാനാണ്.
ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണയായിട്ട് ചായയാണ് കുടിക്കാറ്. ബട്ട് ടുഡേ ഐ ഡാഷ് കോഫി. ടുഡേ ഐ ഡാഷ് കോഫി. ഞാൻ സാധാരണയായി ചായയാണ് കുടിക്കാറ്, പക്ഷെ ഇന്ന് ഐ ഡാഷ് കോഫി. അവിടെ ആ ഡാഷ് എന്നുള്ള ഭാഗത്ത് ഈ 4 ഓപ്ഷനിൽ അത് ഏത് ആ ടെൻസ് നിങ്ങൾ ചേർക്കും എന്നാണ് ചോദിക്കുന്നത്. ഐ ആം ഡ്രിങ്കിങ്, ഐ ഡ്രിങ്ക്സ്, ഐ ഡ്രിങ്ക്, ഐ ഈസ് ഡ്രിങ്കിങ്. 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഏത് ഉപയോഗിക്കും? നോ. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ടുഡേ ഐ ആം ഡ്രിങ്കിങ് കോഫി. കാരണം നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നു. താൽക്കാലികമായ അല്ലെ ഹ്രസ്വമായ ഒരു ആശയത്തെ അവതരിപ്പിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ഐ ആം ഡ്രിങ്കിങ് കോഫി എന്ന് ഉപയോഗിക്കണം. ആ വാക്യം ഒന്നുകൂടി പറയാം. I usually drink tea, but today I am drinking coffee. Next, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The doctor suggested. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സജസ്റ്റ് എന്ന വേർഡിന് ശേഷം വെർബൽ നൗൺ അല്ലെങ്കിൽ ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. The doctor suggested dash 2 hours daily എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The doctor suggested to walk എന്ന് പറയൂ. The doctor suggested for walking. The doctor suggested walking. The doctor suggested by walking. ഇവിടെ നിങ്ങൾ ഏത് ഉപയോഗിക്കും? ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? The doctor suggested walking. കണ്ടാ, ആ വെർബൽ നൗൺ വാക്കിംഗ് എന്ന വേർഡ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. അതിനു മുമ്പ് പ്രപ്പോസിഷനൊക്കെ വന്നിട്ടുണ്ട്. ഫോർ വാക്കിംഗ്, ബൈ വാക്കിംഗ്, ടു വാക്ക് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. സജസ്റ്റ് എന്ന വേർഡിന് ശേഷം വെർബിന്റെ ING ഫോം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. The doctor suggested walking 2 hours daily. അതായത് ഡോക്ടർ 2 മണിക്കൂർ എല്ലാ ദിവസവും 2 മണിക്കൂർ നടത്തം നിർദ്ദേശിച്ചു എന്നാണ് അതിന്റെ. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ. റീമ ഡാഷ് എ ന്യൂ ഹൗസ് ലാസ്റ്റ് മന്ത്. റീമ ഡാഷ് എ ന്യൂ ഹൗസ് ലാസ്റ്റ് മന്ത്. റീമ കഴിഞ്ഞ മാസം ഒരു പുതിയ വീട്. നമ്മൾ എന്ത് പറയും ഇവിടെ? ഹാഡ് ബോട്ട് എന്ന ഓപ്ഷൻ ഒന്ന്, ഹാവ് ബോട്ട്, അതുപോലെ ബോട്ട് BOUGHT, പിന്നെ ഹാസ് ബീൻ ബോട്ട്. ഇതിലേത് ഉപയോഗിക്കുന്നു നിങ്ങൾ? ഹാവ് ബോട്ട് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസേ ഉപയോഗിക്കാവൂ. ബോട്ട് എന്ന വേർഡ് ഉപയോഗിക്കാവൂ. കാരണം എന്താ? ഇവിടെ ലാസ്റ്റ് മന്ത് എന്ന ഒരു കൃത്യമായ ഒരു സമയം തന്നിട്ടുണ്ട്. ആ സമയം ഉണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാണ്. ഐ മെറ്റ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു. ഐ ഹാവ് സീൻ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഐ മെറ്റ് മൈ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക്. എന്റെ സുഹൃത്തിനെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടു എന്നാണ് അതിന്റെ അർത്ഥം. ബട്ട് ഐ ഹാവ് സീൻ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു, കുറച്ച് മുമ്പ് കണ്ടു എന്നാണ്. ഐ ഹാവ് സീൻ മൈ ഫ്രണ്ട് എ ഫ്യൂ മിനിറ്റ്സ് അഗോ. ഓക്കെ, അപ്പോ റീമ ബോട്ട് എ ന്യൂ ഹൗസ് ലാസ്റ്റ് മന്ത്. നെക്സ്റ്റ്,
though my grandfather is over 90. ഡൗട്ട് ചോദിക്കാൻ സമയമായി. ഈ അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണം കൂടെ ഉള്ളൂ. അതിനുശേഷം നമുക്ക് പറയാം. though my grandfather is over 90. though എന്ന് പറഞ്ഞാൽ എങ്കിലും എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? പറയാം. though my grandfather is over 90. എന്റെ മുത്തച്ഛന് 90 വയസ്സിൽ കൂടുതൽ പ്രായം ഉണ്ടെങ്കിലും he dash still read and write. അദ്ദേഹത്തിന് ഇപ്പോഴും വായിക്കാനും എഴുതാനും കഴിയും. അപ്പോൾ അവിടെ നമ്മൾ ആ ഡാഷ് എന്നുള്ള ഭാഗത്ത് he may എന്ന് ഉപയോഗിക്കും. he may still read, he can still read, he will still read, he shall still read. ഏത് ഉപയോഗിക്കുന്നു? he can. കാരണം എബിലിറ്റി ഓർ കപ്പാസിറ്റി നൗ വി ഹാവ്. നമുക്ക് ഇപ്പോൾ ഉള്ള കഴിവിനെ കാണിക്കാൻ നമ്മൾ can എന്നാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതുകൂടി തീർന്ന് നമ്മുടെ ഒരു ഭാഗം തീരും. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ജൂൺ ആവുമ്പോഴേക്കും. ബൈ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും എന്നാണ് മീനിങ്. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹെർ പ്രൊമോഷൻ. അടുത്ത ജൂൺ ആവുമ്പോഴേക്കും അവൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് നമുക്ക് കിട്ടേണ്ട അർത്ഥം. അതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്തുപയോഗിക്കും? ഷീ വിൽ ഹാവ് റിസീവ്ഡ് എന്ന് ഉപയോഗിക്കും, ഷീ വിൽ റിസീവ് എന്ന് ഉപയോഗിക്കും, ഷീ ഹാസ് റിസീവ്ഡ് ഓർ ഷീ റിസീവ്ഡ്. ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ വിൽ ഹാവ് റിസീവ്ഡ്. കിട്ടിയിട്ടുണ്ടാവും. അതായത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് നിങ്ങളോട് ഉപയോഗിക്കുന്നത്. ഉണ്ടോ? അല്ല. അപ്പൊ ബൈ നെക്സ്റ്റ് ഇയർ അതുല്യ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹെർ മാസ്റ്റേഴ്സ് ഡിഗ്രി. അതുല്യയോടാണ് പറഞ്ഞത്. ബൈ നെക്സ്റ്റ് ഇയർ അതുല്യ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹെർ മാസ്റ്റേഴ്സ് ഡിഗ്രി. അടുത്ത വർഷം ആവുമ്പോഴേക്കും അതുല്യ അവളുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി പൂർത്തീകരിച്ചിട്ടുണ്ടാവും. ഓക്കെ ദെൻ. അപ്പൊ നമ്മുടെ 5th ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സംശയങ്ങളുടെ ചോദിക്കാം. ഓക്കെ, കം ഓൺ. സർ, 4th ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? though my grandfather is over 90. over 90 means 90 വയസ്സിൽ കൂടുതൽ എന്റെ മുത്തച്ഛന് 90 വയസ്സിൽ കൂടുതൽ പ്രായം ഉണ്ടെങ്കിലും he can still read. അദ്ദേഹത്തിന് ഇപ്പോഴും വായിക്കാൻ കഴിയും. and write. വായിക്കാനും എഴുതാനും കഴിയും. ചോദിക്കാം. ഹലോ സർ, തേർഡ് വൺ. ഏത് ഇതിലാണ്? ഈ ടെൻസിലല്ലേ? രമ്യ തുടങ്ങുന്നു. റീമ ഓർ രമ്യ ഒരു നെയിം. കാരണം നമ്മളൊരു സെന്റൻസ് തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സെന്റൻസിന്റെ ആദ്യം ഒരു സബ്ജക്ട് ഉണ്ടായിരിക്കണം. ദാറ്റ് മേ ബി എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. അപ്പൊ റീമ ഡാഷ് എ ന്യൂ ഹൗസ് ലാസ്റ്റ് മന്ത്. റീമ REEMA റീമ ബിൽറ്റ് BUILT. സോറി, ഇവിടെ ബോട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. BOUGHT ബോട്ട്. ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങി, അല്ലെ? ബൈ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് BUY. ബൈ ബോട്ട് ബോട്ട്. ബ്രിങ് എന്നാണെങ്കിലോ ബ്രിങ് ബ്രോട്ട് ബ്രോട്ട്. അത് പലർക്കും തെറ്റിപ്പോകുന്ന ഒന്നാണ്. അപ്പൊ ഇവിടെ നമ്മള് റീമ ബോട്ട് വാങ്ങി എ ന്യൂ ഹൗസ് ഒരു പുതിയ വീട് ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം റീമ ഒരു പുതിയ വീട് വാങ്ങി. കഴിഞ്ഞ മാസം ആയതുകൊണ്ട് ഒരു എക്സാക്ട് ടൈം ഇസ് സോ ദി സെന്റൻസ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സാറേ, അബണ്ടൻസിന്റെ ഓപ്പോസിറ്റ് സ്കാർസിറ്റി വരാനും ചാൻസ് ഇല്ലേ? ഏതിന്റെ? അബണ്ടൻസിന്റെ ഓപ്പോസിറ്റ് സ്കാർസിറ്റി വരാൻ ചാൻസ് ഇല്ലേ? അബണ്ടൻസ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. സ്കാർസിറ്റിയുടെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറവെന്നല്ലേ?
ഒരു മിനിറ്റ്, ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തോട്ടെ. അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ? ആന്റണി അല്ലേ ചോദിച്ചത്? അല്ല, ആന്റണി എന്ന് പറഞ്ഞത് ഡ്രൗട്ട് ആണ്. ആ അപ്പൊ അല്ല, scarcity-യുടെ meaning-ഉം അബണ്ടൻസ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ചോദിച്ചത്? അതെ അതെ. അബണ്ടൻസ് എന്ന് പറയാൻ സമൃദ്ധി അല്ലെങ്കിൽ സുലഭത എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇല്ലായ്മ എന്നാണ് ശരിക്കും അതിന്റെ ഓപ്പോസിറ്റ്. ലാക്ക് ഓഫ് സംതിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്ലാക്നെസ് എന്നൊരു വേർഡ് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഉചിതമായിട്ടുള്ള വേർഡ് ഡ്രോട്ട് ആണ്. കാരണം എന്താ, നമുക്ക് ഒട്ടുമില്ലാത്ത വരൾച്ച അനുഭവപ്പെടുന്ന കാലം എന്നുള്ള അർത്ഥത്തിലാണ് ആ ഓപ്ഷൻ ഡി അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുള്ളത്. സ്കാർസിറ്റി എന്ന് പറഞ്ഞപ്പോ ക്ഷാമം എന്നല്ലേ? ഇല്ലായ്മ അല്ലെങ്കിൽ ദൗർലഭ്യം. അതിന് ഇത് ഓപ്പോസിറ്റ് രണ്ടും കൂടി വരുമ്പോ ഡ്രൗട്ട് തന്നെ എഴുതണം അല്ലേ? വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്കേഴ്സിറ്റി അതിന്റെ ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. പക്ഷെ ഈ അബണ്ടൻസ് എന്നുള്ളതിന്റെ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഈ 4 ഓപ്ഷനിൽ ഉചിതമായത് ഡ്രോട്ട് ആണ്. ഓക്കെ സാർ. റിയോന്റെ അർത്ഥം എന്നാ? റിയോൺ. ഇനി ചോദിക്കാം, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. റിയോന്റെ അർത്ഥം എന്നാ? തന്നെ ഓക്കെ, നമുക്കെന്നാൽ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഇതുമായിട്ട് വരാം. ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. Thank you, sir. ഓക്കെ.